വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായർ നന്നായിട്ട് കടുപ്പിച്ച് കയറിപ്പോ അകത്ത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് പിന്നെ സത്യഭാമയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ ഇങ്ങനെ ആകെ തളർന്ന പോലെ സെറ്റിയിലേക്ക് ഇരിക്കുമ്പോൾ അച്ഛാന്നിങ്ങനെ പിന്നെ രോഹിത്ത് വിളിക്കുന്നുണ്ട്. അന്നേരം ഈ വയസ്സുകാലത്ത് എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ഇരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ റൂമിനകത്തേക്ക് പോയി ഭാമയെന്ന് നോക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ തിരിച്ച് വിഷ്ണുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ ശാരദാമ്മയാണെങ്കിൽ ഗേറ്റിനടുത്തേക്ക് വന്നിട്ട് വിഷ്ണു വരുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ഉമ്മറത്തേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ ഒന്ന് വിളിച്ച് നോക്കെന്ന് പറയുമ്പോൾ സ്വിച്ച് ഓഫ് ആണ്, കിട്ടുന്നില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ഇങ്ങനെ ഇടുക്കത്തിലൊരു തീരുമാനം വേണ്ടായിരുന്നു എന്ന് ശാലിനി പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇനി ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാണ്, ഇനിയിപ്പോൾ എടുത്ത വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതായിരിക്കും താമസിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മയും പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശാലിനി പറയുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല, ഇനി സത്യാമ്മ എന്തെങ്കിലും മുടക്കം പറഞ്ഞു കാണുമോ, ഇത് വിഷ്ണുവേട്ടൻ്റെ മാത്രം തീരുമാനമല്ലേ, ഇനി സത്യാമ്മ അറിഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കുറച്ച് ദിവസത്തേക്കല്ലല്ലോ, പെട്ടെന്ന് അല്ല, ഒരുപാട് നാളത്തേക്ക് അങ്ങോട്ട് മാറി താമസിക്കാൻ പോവുകയല്ലേ, ഒരു ദിവസത്തേക്കൊന്നും അല്ലല്ലോ, അപ്പോൾ എന്തായാലും വീട്ടിൽ പറഞ്ഞ് സമ്മതം വാങ്ങിച്ചിട്ടായിരിക്കും പിന്നെ വിഷ്ണു വരും എന്നുള്ള ഉദ്ദേശത്തിൽ ശാരദാമ്മ വീണ്ടും നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് അകത്ത് നിന്നും സത്യം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, അതെ നമ്മൾ ഇപ്പോഴെങ്ങാനും പോകുമോ, ഞാനാണെങ്കിൽ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു പോയി നമ്മൾ താമസം മാറുന്ന കാര്യം, ഇനി മാറിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കാനേ വലിയ പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ, അതാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കൊച്ചിനോട് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ പോകാറാവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എൻ്റെ റൂമിൽ കാണുമെന്ന് പറഞ്ഞിട്ട് വലിയ കഷ്ടം തന്നെയാണ് എന്നിങ്ങനെ ശാലിനിയോടും പരിഭവം പോലെ പറഞ്ഞിട്ട് കുട്ടി അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വീണ്ടും ശാരദാമ്മ മുറ്റത്തേക്ക് വന്ന് നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം അകത്തേക്ക് പോയ സത്യയാണെങ്കിൽ അച്ഛൻ എന്താ എന്നെ ഒന്നും വിളിക്കാത്തത്, അച്ഛനെ വിളിച്ചെങ്കിൽ വാടക വീട്ടിലേക്ക് താമസം മാറുന്ന കാര്യമൊന്നും അറിയിക്കാമായിരുന്നു, ജോലി തിരക്കായിരിക്കുമോ ഈശ്വര, അച്ഛനെ എന്നെ വിളിപ്പിക്കാനായിട്ടൊന്നും തോന്നണേന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് പപ്പിയും അവിടെ സത്യ ഒന്ന് വിളിച്ച് നോക്കിയാലോ, സത്യ ഇവിടെ എന്ത് ചെയ്യുകയായിരിക്കും, അച്ഛനായിട്ട് തന്നെ വിളിക്കാം, അവൾക്ക് സന്തോഷമാവട്ടെ എന്നും പറഞ്ഞിട്ട് പപ്പി ഇങ്ങനെ സത്യയുടെ അച്ഛൻ എന്ന ആ നമ്പറിൽ നിന്നും വിളിക്കുന്നുണ്ട്. അന്നേരം ഹായ് അച്ഛൻ എന്നും പറഞ്ഞങ്ങോട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു, എന്തേ വിളിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ വന്നു കിടന്നപ്പോൾ ഒരു രാത്രിയായി, ജോലി തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ താമസിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പപ്പി വിചാരിക്കുന്നുണ്ട്, അയ്യോ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ എന്ന്. അന്നേരം ചോദിക്കുമ്പോളെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം തിരിച്ച് ഈ പപ്പി സംസാരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അതേ ശബ്ദം തന്നെയാണ്, ഒരു വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ഒരാളിങ്ങനെ തിരിഞ്ഞിരുന്ന് സംസാരിക്കുന്ന അതേ സീനുമൊക്കെ കാണിക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ അച്ഛനാണെങ്കിൽ നല്ല ഉയരമുണ്ടോ അതോ പൊക്കം കുറവാണോ മീഡിയം പൊക്കമാണോ എന്ന് ചോദിക്കുമ്പോൾ പപ്പിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അതേ രൂപം ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്, വിഷ്ണു ഇങ്ങനെ വന്ന് ചിരിച്ച് നിൽക്കുന്നതായിട്ട്. തുടർന്ന് മീഡിയം പൊക്കം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരവും പപ്പി വിഷ്ണുവിൻ്റെ രൂപം ആലോചിച്ചിട്ട് വെളുത്തിട്ടാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നല്ല തടിയുള്ള ആളാണോ സ്ലിം ആണോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യത്തിനുള്ള തടിയൊക്കെ ഉണ്ട്, അത്ര വലിയ തടിയൊന്നുമില്ല എന്നിങ്ങനെ പപ്പി തിരിച്ചും പറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ രൂപം എങ്ങനെ മനസ്സിലാലോചിച്ചിട്ടാണ് പപ്പി ഇതൊക്കെ തിരിച്ചു പറയുന്നത്. തുടർന്ന് ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അച്ഛൻ്റെ രൂപം മനസ്സിലുണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ്റെ ചലനങ്ങളും സംസാരമൊക്കെ വെച്ചിട്ട് എൻ്റെ മനസ്സിൽ അച്ഛൻ്റെ ഒരു രൂപമുണ്ട്, എവിടെ നിന്നായാലും ഞാൻ എൻ്റെ അച്ഛനെ തിരിച്ചറിയും, ഏത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എൻ്റെ അച്ഛനെ തിരിച്ചറിയും, എൻ്റെ മനസ്സിലിപ്പോൾ അച്ഛൻ്റെ ഒരു രൂപമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പപ്പിക്കും സന്തോഷമാവുന്നുണ്ട്. അതേസമയം സത്യം ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പപ്പിയുടെ മനസ്സിലുള്ള വിഷ്ണുവിൻ്റെ രൂപം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് സംസാരിക്കുന്ന ഒരാൾ, മുഖം മാത്രം കാണിക്കുന്നില്ല, വിഷ്ണുവിനെ തന്നെയാണ് കാണിക്കുന്നത്. വിഷ്ണു ഇങ്ങനെ സത്യം എടുത്ത് കറക്കുന്നതും എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെയുള്ള ആ സീനുകളൊക്കെ കാണിക്കുകയാണ്. തുടർന്ന് ഈ പിന്നെ സത്യ ചോദിക്കുകയാണ്, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, അച്ഛനൊന്ന് വീഡിയോ കോൾ വരുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ പപ്പി വിചാരിക്കണം, അയ്യോ വീണ്ടും പെട്ടല്ലോ എന്ന്. അന്നേരം അത് മോളെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ ഈ പപ്പി പറയുകയാണ്, എൻ്റെ ഫോണിൽ വീഡിയോ ഓപ്ഷൻ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ മോളെ വിളിച്ചാണ്, എനിക്കും കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അശ്വോ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എങ്കിൽ പിന്നെ അച്ഛൻ്റെ ഒരു
ഫോട്ടോ അയച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഫ്രണ്ട്സിനെ എല്ലാവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറയുമ്പോൾ അതിന് എതിർത്തൊന്നും പറയല്, ഫോട്ടോ വേണം, ഏതെങ്കിലും ഒരു ഫോട്ടോ മതി എന്ന് പറയുമ്പോൾ ആ ശരി നോക്കട്ടെ എന്നിങ്ങനെ അവസാനം പപ്പി സമ്മതിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. തുടർന്ന് ഫോൺ കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്താൽ അച്ഛൻ മറന്നു പോവും, അതുകൊണ്ട് കട്ട് ചെയ്യാതെ ഫോട്ടോ എടുത്ത് അയക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പപ്പിയാണെങ്കിൽ ആ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാതെ പപ്പി വിഷ്ണുവിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് പപ്പിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ റൂമിൽ ചെന്നിട്ട് ആ വിഷ്ണുവിൻ്റെ ഒരു ആൽബം എടുത്തിട്ട് അതിൽ വിഷ്ണുവിൻ്റെ ചെറുപ്പകാലത്തുള്ളൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ തിരിച്ച് വീണ്ടും വിളിച്ച് പറയുകയാണ്. എന്നിട്ട് പിന്നെ സത്യമോളെ അച്ഛന് ജോലിക്ക് പോകുന്ന സമയമായി, ഇനി പിന്നെ വിളിച്ചാൽ പോലും ചോദിക്കുമ്പോൾ ശരി വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് സത്യ ഫോൺ വെച്ചിട്ട് ആ ഫോട്ടോ നോക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ആ ഫോട്ടോ കണ്ടിട്ട് പക്ഷേ അത് വിഷ്ണു ആണ് എന്നുള്ളത് സത്യക്ക് മനസ്സിലാകുന്നില്ല. തുടർന്ന് ഹായ് എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞിട്ട് സൂം ചെയ്തൊക്കെ നോക്കുന്നുണ്ട്, കണ്ണും പിരിയും മുഖവും മൂക്കും ഒക്കെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയിട്ട് ആ ഫോട്ടോയിലേക്ക് ഒരു മുത്തം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ആ ഫോട്ടോയുള്ള ഫോൺ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ആകെ സന്തോഷത്തിലാണ്, അച്ഛനെ കണ്ട ആകെ സന്തോഷത്തിൽ തന്നെയാണ് അവിടെ സത്യമോള്. ഇതേ സമയം അവിടെ ശാലിനിയും ശാരദാമ്മയും കാത്തിരിക്കുകയാണല്ലോ. ശാരദാമ്മ പറയുന്നുണ്ട് ഇത് വിഷ്ണുവിൻ്റെ മാത്രം തീരുമാനമായിരിക്കും, അപ്പോൾ ആ തീരുമാനത്തെ എതിർക്കുന്ന എന്തോ ഒന്ന് അവിടെ നടന്നിട്ടുണ്ടായിരിക്കും, അതായിരിക്കും വിഷ്ണു വരാത്തത്, അല്ലെങ്കിൽ ഈ സമയത്തിനോടകം വിഷ്ണു ഇവിടെ എത്തിയേനെ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി അങ്ങ് വിഷമിക്കുകയാണ്. ശാലിനി പറയുന്നുണ്ട് എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു, ഇതിങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന്. സത്യാമ്മയുടെ എതിർപ്പ് ഉണ്ടായി കാണും, വിഷ്ണു ഏറ്റവും ഇഷ്ടമില്ലാത്ത എന്നെയല്ലേ, അപ്പോൾ എന്നോടൊപ്പം ജീവിക്കണമെന്നുള്ളത് സത്യം ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ പിന്നെ വിഷ്ണുവേട്ടൻ്റെ ഉറപ്പും ആഗ്രഹവും ഒക്കെ അതിനൊക്കെ ഞാനിങ്ങനെ എതിര് നിന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശാലിനിക്ക് വിഷമവും വരുന്നുണ്ട്. പക്ഷേ ചിരിച്ച് നിൽക്കുകയാണ് ശാരദാമ്മയുടെ മുന്നിൽ. അന്നേരം നിനക്ക് ഇതിലൊക്കെ എങ്ങനെ ആശ്വസിക്കാൻ കഴിയുന്നു മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ നമുക്ക് അമ്മയും മക്കൾക്കുമൊക്കെ ജീവന് യഥാർത്ഥത്തിൽ ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടല്ലോ, അതിജീവന്, അത് നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. പിന്നെ ഈ കെട്ടിയ വേഷം അതാണെങ്കിൽ വെറുതെ ജീവിതത്തിൽ എത്ര വേഷങ്ങൾ അങ്ങോട്ട് കെട്ടി ആടുന്നു, അതിലൊരു വേഷമായിട്ടേ കരുതുന്നുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ വിഷ്ണു വന്നില്ലെങ്കിലും എന്നിങ്ങനെ സങ്കടത്തോടെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ഇത് അഴിച്ചു വെച്ച് പഴയ വേഷത്തിലേക്ക് വീണ്ടും മാറും, അല്ലാതെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ വിഷ്ണുവേട്ടൻ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേളിൽ കണ്ണീര് പൊഴിക്കാനൊന്നും എനിക്ക് കഴിയില്ല, എനിക്കാകില്ല എന്നൊക്കെ പറഞ്ഞ് അന്നേരം ശാലിനിക്ക് സങ്കടം അങ്ങ് വിങ്ങി പൊട്ടുകയാണ്. അന്നേരവും ശാരദാമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശാരദാമ്മയ്ക്കും ആകെപ്പാട് സങ്കടം തന്നെയാണ് ശാലിനിയുടെ ആ അവസ്ഥയിൽ. തുടർന്ന് പറയുകയാണ് ദൈവം ഇങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സാധിച്ചു തന്നാൽ എന്ത് ജീവിതമാണ് എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് കരച്ചിലിൻ്റെ വക്കോളം എത്തുകയാണ്. ശാരദാമ്മ അതിലേറെ സങ്കടപ്പെടുന്നുണ്ട്. നേരമാണ് സത്യ അങ്ങോട്ട് ഓടിക്കൊണ്ടുവരുന്നത്. തുടർന്ന് സത്യ പറയുകയാണ് എനിക്ക് അച്ഛൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോൾ അമ്മ അച്ഛൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഫോട്ടോ ആദ്യമായിട്ട് കണ്ടത് ഞാനാണ്, ഇപ്പോഴത്തെ ഫോട്ടോ സമയം കിട്ടുമ്പോൾ അയച്ചു തരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് എനിക്ക് ആ ഫോട്ടോ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പറയുകയാണ് ഇപ്പം കാണണ്ട, നേരത്തെ ഞാൻ ചോദിച്ചല്ലോ അപ്പോഴങ്ങോട്ട് കാണാനായിട്ട് സമ്മതിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വീണ്ടും ഈ പിന്നെ സത്യ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആണെങ്കിൽ ശാലിനിയോട് സത്യ പറയുകയാണ് നമ്മൾ ഇപ്പോഴെങ്ങാനും പോകുമെന്നും പറഞ്ഞല്ലേ എന്നെ രാവിലെ എണീപ്പിച്ചത്, എനിക്ക് ഉറക്കവും പോയി എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ടെങ്കിൽ മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ, പോകുന്ന സമയമാകുമ്പോൾ ശാരദാമ്മ വിളിക്കാം. അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി വീണ്ടും അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുകയാണ് ഇത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇനിയിപ്പോൾ കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും പറ്റിക്കുന്നതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതാരാണെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. എന്തായാലും ഈ വേഷം അങ്ങോട്ട് അഴിച്ചു വയ്ക്കാം, ഇനിയിപ്പോൾ കാത്തിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, പാവം വിഷ്ണുവേട്ടനാണെങ്കിൽ ഏതോ ലോക്കിപ്പെട്ടിരിക്കുകയായിരിക്കും, എന്നോട് പറയാനുള്ള മടി കൊണ്ടായിരിക്കും ഫോൺ പോലും എടുക്കാത്തത് എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു വരികയാണ്. അതേസമയം വണ്ടി നിർത്തി വരുന്ന വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമിച്ചൊക്കെയാണ് വരുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അകത്തേക്ക് വിഷ്ണു കയറുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ശാലിനി രാവിലെ മുതൽ കാത്തിരിക്കുകയാണ്, സത്യമോൾ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് അകത്തേക്ക് പോയതെന്ന് പറയുമ്പോൾ വിഷ്ണു പക്ഷേ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. പക്ഷേ ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ അങ്ങ് മുഖം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം നമുക്ക് പോകാം, എന്നാൽ പിന്നെ ഇറങ്ങിയാലോ, സത്യം വിളിക്ക് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. പക്ഷേ ശാലിനിയുടെ മുഖത്ത് നോക്കാതെ ആകുമ്പോൾ ശാലിനിക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. അന്നേരം എന്താ വിഷ്ണുവേട്ടാ മുഖം എന്താ വാടിയിരിക്കുന്നത്
സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് പിന്നെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ബൈക്കിലാവുമ്പോൾ ബാഗും സാധനങ്ങളും ഒക്കെ എല്ലാം എങ്ങനെ കൊണ്ടുപോകും ചോദിക്കുമ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു വണ്ടി വിളിച്ച് കൊണ്ടുപോകാം, ഇപ്പോൾ സത്യ വിളിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, വിഷ്ണുവേട്ട എന്താ ഉണ്ടായി, വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഇല്ല വിഷ്ണുവേട്ട ഉള്ളത് പറയുമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നീങ്ങി എന്ന് ചോദിക്കുകയാണ്. പറയേ എന്താ വഴക്കുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഉണ്ടായി എന്ന് പറയുകയാണ്. വലിയ വഴക്കുണ്ടായി, ഞാൻ താനുമായിട്ട് വാടക വീട്ടിലേക്ക് താമസം മാറുന്നത് അമ്മ എങ്ങനെയാണ് അറിഞ്ഞു, അച്ഛനുമായിട്ട് നമ്മളെ മനസ്സിലാക്കാനായിട്ട് അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ, അച്ഛനുമായിട്ടായിരുന്നു അമ്മയുടെ ബഹളം മുഴുവൻ, ഞാൻ മാറി താമസിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അച്ഛനെ ആയിരിക്കും എന്നിങ്ങനെ വിഷ്ണു സങ്കടത്തോടെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടൻ വേറെ വീടെടുത്ത് താമസിക്കാൻ പോകുന്നു എന്നൊക്കെ തോന്നിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊക്കെ തോന്നിയത്, പക്ഷേ അത് സത്യയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു, പക്ഷേ കാര്യങ്ങൾ ഇത്രത്തോളം എത്തുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അമ്മയുടെ വാശി തനിക്കറിയാമല്ലോ, ഞാൻ അവിടെ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരുന്നു, അത് ആ പാവം അച്ഛനോടാണ് അവർ തീർത്തത് മുഴുവൻ, അപ്പോൾ ഞാൻ ഇല്ലാതാകുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവിടെ നിന്നും, പിന്നെ നമുക്ക് വേണ്ടി അച്ഛൻ ബലിയാടാവും എന്നാലോചിക്കുമ്പോഴാണ് കഷ്ടം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് സങ്കടം കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ദയനീയമായിട്ട് ശാലിനിയോട് വിഷ്ണു ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇത് കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം വിഷ്ണു ആകെ സങ്കടം കണ്ണൊക്കെ നിറഞ്ഞ് ഇപ്പോൾ കണ്ണീരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പക്ഷേ ശാലിനി ആശ്വസിപ്പിക്കാൻ എന്നോണം തന്നെ വിഷ്ണുവിനെ അടുത്തേക്ക് വരുന്നത്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത സീനിലാണ് പിന്നെ ഈ സത്യമാണെങ്കിൽ ഈ ഫോട്ടോയും കൊണ്ട് വരുന്നത് വീണ്ടും. പക്ഷേ അവിടെ ഫോട്ടോ വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട്. വിഷ്ണു ആ ഫോണിലേക്ക് നോക്കാനായിട്ട് പോകുന്നുണ്ട്, അത്ര വരെ കാണിക്കുന്നുള്ളൂ. ഇനി വിഷ്ണുവിടെ ഫോട്ടോ കാണുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ അറിയേണ്ടത്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്